കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുകയും നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവ്വശക്തനായ പിതാവേ, നിത്യ ദൈവമേ, ഞങ്ങൾ എല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മറയുമാകുന്നു. നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം ആകാശവും ഭൂമിയും അവയുള്ള സകലത്തെയും ഉണ്ടാക്കുകയും മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ ശിക്ഷയുടെ ആധിപത്യമായതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റപ്പെടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞ ശേഷം പ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്ത് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിന്റെ മരണത്തെ ഞങ്ങൾ കൊണ്ടാടുന്നു, നിന്റെ ഉയർപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങൾക്കു മഹത്വമുണ്ടാകട്ടെ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗ്ഗാരോഹണവും ഓർത്തുകൊണ്ടും അവനിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായ ഞങ്ങൾ ഇത് ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾ നിനക്കു സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ മഹിമപ്പെടുത്തുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം
ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവന് യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളെ കർത്താവാകുന്ന മശിയാന്ന തലയാവുന്നവങ്കിലേക്ക് സകലത്തിനും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായി അവനോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശരിപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുഷ്ടം പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളാഹാരം തരണമേ. ഞങ്ങൾക്ക് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ തിരിഞ്ഞൊടിയിക്കണമേ. രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. കർത്താവിൻ്റെ തിരുമേശങ്കിലേക്ക് അടുത്തുവരാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഒരിക്കൽ കൂടെ നമ്മെ തന്നെ ദൈവത്തിന് മുമ്പാകെ വിനയപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഏതെങ്കിലും നല്ല പ്രവൃത്തിയിൽ ആശ്രയിച്ചുകൊണ്ടോ ശരണപ്പെട്ടുകൊണ്ടോ കർത്താവിൻ്റെ തിരുമേശങ്കിലേക്ക് അടുത്തു വരുവാൻ നാം യോഗ്യരായി തീരുകയില്ലല്ലോ. അതിനാൽ ദൈവത്തിൻ്റെ വലിയ കരുണയിലും ദൈവത്തിൻ്റെ വലിയ കൃപയിലും നമുക്ക് ആശ്രയിക്കാം, ശരണപ്പെടാം. എന്നെ തിന്നുന്നവൻ മൂലം ജീവിക്കുമെന്ന തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. വിശ്വാസത്തോടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ മർമ്മങ്ങളെ കൈക്കൊണ്ട് ഭക്ഷിച്ച് പാനം ചെയ്ത് കർത്താവിന് വേണ്ടി ജീവിക്കുവാനും കർത്താവിനാൽ ജീവിപ്പിക്കപ്പെടുവാനും തക്കവണ്ണം ദൈവമേ നിങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിവിനയത്തോടെ നമുക്ക് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങളിതിൻ്റെ പലവിധമായ വലിയ കരുണയല്ലാതെ ഞങ്ങളെ സ്വന്തം രീതിയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്മേശിക്കുവാൻ തുനിയുന്നില്ല. ഞങ്ങൾ നിന്റെ മേശന്ന് വീഴുന്ന പൂർവ്വ യോഗ്യതയുള്ളവരല്ല. എന്നാൽ നീ എപ്പോഴും കരുണ ചെയ്യുന്ന സ്വഭാവ കർത്താവിനെയാകുന്നു. അതുകൊണ്ട് കൃപയുള്ള കർത്താവേ, ഞങ്ങളെ പാപശരീരാത്മാക്കളും നിന്റെ യേശുനായ യേശുവിൻ്റെ ഏറ്റവും വലിയ ശരീരത്താൽ ശരിക്കപ്പെടുവാനും ഞങ്ങളെപ്പോഴും ബസ്പാനം തക്കവണ്ണം ഞങ്ങളെ മാംസത്തെ ഭക്ഷിക്കുകയും അവൻ്റെ രക്തത്തെ കുടിക്കുകയും ചെയ്യണതിന് നിങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? സത്യം കർത്താവായ ശിമിശിഹായുടെ കൃപ എല്ലാ നാളും നമ്മളോട് ഇരിക്കുമാറാകട്ടെ. ആമേൻ. പാപത്തെ ചുമന്നെടുക്കുന്നവനായ ദൈവത്തിൻ്റെ കുഞ്ഞാടേ, നിന്റെ സമാധാനം ഞങ്ങൾക്കു നൽകണമേ. ജീവന്റെ അപ്പമാകുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ശരീരം, സത്യമന്ത്രിവിള്ളിയാ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ രക്തം ശ്വാസത്തോടെ കർത്താവിൻ്റെ തിരുമേശങ്ങളിലേക്ക് അടുത്തു വരികയും മുൻപിൽ ജീവന്റെ പാതാവ് യേശുമിശിഹായുടെ ശരീരം, ജീവന്റെ പാതാവ് യേശുമിശിഹായുടെ ശരീരം, ജീവന്റെ പാതാവ് യേശുമിശിഹായുടെ ശരീരം, ജീവന്റെ പാതാവ് യേശുമിശിഹായുടെ ശരീരം, ജീവന്റെ പാതാവ്